ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സിനു ഷംസി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാപ്രിക്ക പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഷ് നല്ല പാപ്രിക്കയുടെ പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ പാപ്രിക്ക എടുത്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതാണ് ഈ മുളക്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണോ എന്നറിയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ക്യാപ്സിക്കം വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ റെഡ് ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാപ്രിക്കയുടെ റെഡ് കളർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ സംഭവം ആ സെയിം ടേസ്റ്റ് തന്നെയാണ്, ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ പാപ്രിക്ക കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണക്കിയെടുക്കാം എന്നുള്ളതാണ്, ഉണക്കിയിട്ട് ഉള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ മുളകും ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ അരിയാണ്ടിരിക്കുക, കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ സാധാ പോലെ തന്നെ മുഴുവനായിട്ട് ഉണക്കാൻ വെച്ചാൽ മതി. പക്ഷെ അങ്ങനെ ഉണക്കുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഇടേണ്ടി വരുന്നുള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഉണക്കി കിട്ടും. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഉണക്കാൻ വെക്കുന്നത്. 2 ബോക്സായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ബോക്സ് ഇതുപോലെ മുറിച്ചിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സ് അതേപോലെ തന്നെയാണ് ഉണക്കിയത്. ഇനി നല്ല വെയിലത്ത് ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത്. ഇതിങ്ങനെ മുറിച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് ഉണങ്ങിയ രൂപം ഇതാണ്. അപ്പോൾ ഈ ഉണങ്ങുമ്പോൾ തന്നെ നല്ല സൗണ്ട്, അതായത് നമ്മളിങ്ങനെ പൊട്ടിച്ച് വെക്കുമ്പോൾ തന്നെ നല്ല ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിലാവുമ്പോഴാണ് നമ്മളിത് പൊടിക്കേണ്ടത്. ഇനി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി പൊടിച്ചത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ അരിച്ചിട്ട് മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടാത്തത് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ പാപ്രിക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഹോൾസെയിലായിട്ട് മുളകൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഒരുപാട് ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബായ്.